ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ഡോക്യുമെന്റേഷനാണ്. കഴിഞ്ഞ വീഡിയോയിൽ കലണ്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ ലൈഫിലെ വെരി ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഇങ്ങനൊരു സംഭവം ചെയ്യുന്നതും സെല് ചെയ്യുന്നതൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യാം. കുറേ കാലങ്ങളായിട്ട് മനസ്സിലുള്ളൊരു കാര്യമാണ് എന്തെങ്കിലും ഒരു സ്മോൾ ബിസിനസ് തുടങ്ങണം അങ്ങനെയൊക്കെ. പക്ഷേങ്കിൽ അതിനു വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നില്ല. മനസ്സിൽ തോട്ടുണ്ടെങ്കിലും ഞാൻ ഇതിനു വേണ്ടി ശ്രമിക്കുന്നില്ലായിരുന്നു. വീഡിയോയിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ കലണ്ടറിൻ്റെ കൂടെ ഫ്രീ ബീസായിട്ട് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിലും എന്ത് വെക്കണം എന്ത് കൊടുക്കണം എന്നുള്ളൊരു ഐഡിയ എനിക്കില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ ജേർണലൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് പിക്ചർ പ്രിൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് ഒട്ടിക്കായിരുന്നു. അതിനെപ്പറ്റി കുറേ കമൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതുകൊണ്ട് അത് ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് വിചാരിച്ച് കുറച്ച് തിക്കായിട്ടുള്ള പേപ്പർ തന്നെ സ്റ്റിക്കർ പോലെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് എടുത്തിട്ട് അത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ജേർണലിൽ മാത്രമല്ല, ഫോണിൻ്റെ ക്ലിയർ കേസ് ആണെങ്കിൽ അതിൻ്റെ ബാക്കിൽ വെച്ചാലും ഭംഗിയുണ്ടാവും. വിഷൻ ബോർഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പിക്ചേഴ്സ് പ്രിൻ്റ് ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ലൈഫ് എങ്ങനെയാണ് വേണ്ടത് അതിനെപ്പറ്റിയൊരു ഐഡിയ വേണം. അത് ബേസ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാൻ എഡിറ്റ് ചെയ്തത് ക്യാൻവയിലാണ്. അതിൽ A4 സൈസ് സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് ഈ പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഞാനൊരു ഷീറ്റിൽ 12 പിക്ചേഴ്സാണ് വെച്ചത്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് ഇമ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഇത് പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിലേക്ക് അയച്ചു കൊടുത്താൽ അവരോട് A4 ഷീറ്റിൽ കളർ പ്രിൻ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ ചെയ്തു തരും. ഒരു A4 ഷീറ്റിന് 15-20 രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നു. ഇപ്പം ഞാൻ നമ്മുടെ പാക്കേജ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ ആലോചിച്ചു എന്ത് മോഡലിലാണ് ഇപ്പം അയച്ചു കൊടുക്കുക. പിൻട്രസ്റ്റിലാണെന്ന് വെച്ചാൽ കുറേ ഇൻസ്പോ കാര്യങ്ങളുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എൻ്റേതായിട്ടുള്ളൊരു ഐഡിയയിൽ നമ്മൾ സ്റ്റാറി നൈറ്റ് തീം ആണല്ലോ, അപ്പം ഞാൻ സ്റ്റാറി നൈറ്റിൻ്റെ കുറച്ച് കുഞ്ഞു പിക്ചേഴ്സൊക്കെ കുറച്ച് പ്രിൻ്റ് എടുത്തിട്ട് അതെല്ലാം വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള ഐഡിയയിൽ അതൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് പല ദിവസങ്ങളിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഫസ്റ്റിലത്തെ ദിവസം കഴിഞ്ഞ് ഇത് സെക്കൻഡ് ഡേ ആണ്. കുറച്ച് ക്രിസ്മസിൻ്റെ പ്രിൻസും ഉണ്ട്. കാരണം ക്രിസ്മസ് ആകുമ്പോഴേക്കും ഈ പാക്കേജൊക്കെ അവരുടെ കയ്യിലേക്ക് എത്തും. അപ്പോൾ ഒരു ക്രിസ്മസ് വൈബ് ആയിക്കോട്ടെ, ന്യൂ ഇയർ വൈബ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കുഞ്ഞു പിക്ചേഴ്സും കൂടെ ഉണ്ട്. ഏറ്റവും പണി പിടിച്ച പണി ഇത് കട്ട് ചെയ്യുന്നതായിരുന്നു. നല്ല പെയിൻഫുള്ളാണ്. ആ കത്രികേൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. കുറച്ച് നേരം കട്ട് ചെയ്യുമ്പോഴേക്കും വിരളൊക്കെ ഒരുമാതിരി ആയി പോയിട്ടുണ്ട്. ഇനി കലണ്ടറൊക്കെ അതിൻ്റെ സൈസിൽ കട്ട് ചെയ്തെടുക്കണം. എൻ്റെ കയ്യിൽ മറ്റേ ഗ്രീൻ കളർ സാധനം, അതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതൊന്നും ഇല്ല. അപ്പം ഞാൻ എൻ്റെ ടേബിളിൽ വെച്ചാണ് കട്ട് ചെയ്യുന്നത്. ടേബിളിൽ അതിൻ്റെ കുറേ കുത്തും വരയും കോമയൊക്കെ വന്നിട്ടുണ്ട്. കുറേ പേര് സെയിം ഡിസൈൻ തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ 2025 ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചിലർ വേറെ ഡിസൈനിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ അവരുടേതായിട്ടുള്ള ഇതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഫസ്റ്റ് സെറ്റിൽ ഞാൻ സെൻഡ് ചെയ്യാൻ പോകുന്ന കലണ്ടേഴ്സ്. അറിയാലോ, അപ്പം തന്നെ ക്ലീൻ ചെയ്താൽ സംഭവം പിന്നെ വലിയൊരു ടാസ്ക്കായി മാറില്ല. അപ്പം ഞാൻ ആ കട്ട് പീസൊക്കെ അപ്പം തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് മാറ്റിയിടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് മൊത്തം ക്ഷീണമായിട്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും എപ്പോൾ ചെയ്യുന്നുള്ള രീതിയിൽ അതവിടെ വെക്കും. പിന്നെ അടുത്ത സ്റ്റിക്കറാണ് ഈ താങ്ക് യു എന്ന് എഴുതിയിട്ടുള്ള ഈ കുഞ്ഞി സഞ്ചി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അതിലൊരു സ്മൈലിയൊക്കെ വന്നിട്ട് അപ്പം ഇതും കൂടെ അതിലെവിടെയെങ്കിലും ആഡ് ചെയ്യാന്നുള്ള രീതിയിൽ അതും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോഴൊന്നും എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ എനിക്കില്ല. ഇതൊക്കെ വെച്ചിട്ട് ഇതൊക്കെ കാണുമ്പോൾ ആ ടൈമിലൊരു ഐഡിയ വരും. അപ്പോൾ അതങ്ങ് ചെയ്യാന്നുള്ള രീതിക്കാണ് ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കട്ട് ചെയ്യുന്നത് വലിയൊരു ടാസ്ക്കാണ്. എനിക്കാണെങ്കിൽ കട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഈ വീഡിയോൻ്റെ പകുതിയും കട്ടിങ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ എൻ്റെ സംസാരം കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയ പോലെ തോന്നുന്നു. എൻ്റെ മുന്നിൽ ആരോ നിന്നിട്ട് അവരോട് ഞാൻ പറയുന്ന രീതിക്കാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. പണ്ടൊക്കെ അങ്ങനെയല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കുറച്ചിങ്ങനെ ഫ്രണ്ട്ലി ടോക്കായി വരുന്നുണ്ടോ, ഇനിയിപ്പോൾ എൻ്റെ തോന്നലാണോ എനിക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം എൻ്റെ ഫേവറേറ്റ് സെഷൻ
ഈ പാക്കിംഗ് സെഷനിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇതിൽ ഞാൻ ആ ഗിഫ്റ്റുള്ള ഫ്രീ ബീസ് വെക്കാൻ വേണ്ടിയിട്ട് എന്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ള രീതി കുറേ ആലോചിച്ചപ്പം ഇവിടെ അമ്മയെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്തുള്ള കുറച്ച് ബട്ടർ പേപ്പർ ഇട്ട് അതിങ്ങനെ കുറച്ച് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കവർ ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അത് ശരിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു എൻവലപ്പ് എടുത്തിട്ട് നമ്മുടെ കലണ്ടർ എല്ലാം റെഡിയാണോ എന്നൊക്കെ നോക്കിയിട്ട് പാക്കിംഗ് തുടങ്ങി. വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോഴല്ലേ പറഞ്ഞ ഒരു ഐഡിയ ഇല്ലാണ്ടാണ് ചെയ്യുന്നത്, എന്നിട്ട് സ്പീഡിൽ ചെയ്തു പോകുന്നുണ്ടല്ലോ എന്ന്. ഗൈസ്, ഇത് എഡിറ്റഡ് വേർഷൻ ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് സ്റ്റില്ലായിട്ടുള്ള കുറേ മൊമെൻ്റ് ഉണ്ട്. അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് നോക്കിയതാണ്. അത് അത്രയും ലോങ് ആയിപ്പോവും. സ്റ്റിൽ മൊമെൻ്റ് ഇതിലിടുന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു വീഡിയോ ആയിപ്പോവും. പാക്കിങ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ കുഞ്ഞു കവർ അല്ലെങ്കിൽ സഞ്ചി നമ്മൾ അവിടെ ഒട്ടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഐഡിയ വെച്ച് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് സ്റ്റാറി നൈറ്റ് ഒക്കെ സൈഡിൽ ഒട്ടിച്ച് ഒരു കുഞ്ഞു താങ്ക് യു ഫോർ യുവർ ഓർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുഞ്ഞു നോട്ട് എഴുതിയിട്ട് നമ്മൾ 3 വാഷി ടേപ്പ് വാങ്ങിയിട്ടുണ്ടല്ലോ. ആകെ 3 വാഷി ടേപ്പ് എൻ്റെ കയ്യിലുള്ളൂ. ആ വാങ്ങിയ അത് സെയിം തന്നെ അത് വെച്ച് അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു കൊടുത്തു. അതുപോലെ ഞാൻ ബ്ലൂ ആൻഡ് യെല്ലോ ത്രെഡ് വാങ്ങിയിട്ടുണ്ട്. ആ 2 കളറാണല്ലോ സ്റ്റാറി നൈറ്റ്, അപ്പം ഞാൻ അത് തന്നെ ചൂസ് ചെയ്തു. എൻ്റെ ഫേവറേറ്റ് കളറും ആ 2 കളറുമാണ്. അപ്പോൾ അതും എനിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഒരു ബോ വരുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ച് കെട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ നമ്മുടെ ഫ്രീ ബീസും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കലണ്ടർ നോക്കി പാക്ക് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു ആരെങ്കിലും ഒരു സ്റ്റാറി നൈറ്റ് തീമും വാൻഗോൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ തീമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ചെയ്ത് നോക്കിയിരുന്നു കാണായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഓർഡറും കൂടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതാണ് ഈ ഞാൻ ചെയ്തത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവുമല്ലോ. അങ്ങനെ ഓരോ കലണ്ടറും ഓരോ പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എൻജോയ് ചെയ്ത ഒരു സംഭവമാണിത്. ഫ്രീ ബീസ് കവർ ചെയ്ത പാക്കറ്റ് അതിലിങ്ങനെ വെച്ചാൽ എന്തായാലും വീണ് പോവും. അപ്പം ഞാനത് ചെറുതായിട്ടൊരു ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ട് അവിടെ ഒട്ടിച്ച് വെക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും പറയണം. എനിക്ക് ഏകദേശം മനസ്സിൽ ഉദ്ദേശിച്ച പോലെയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റാൻഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. എന്തെങ്കിലും ഡാമേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഈ സ്റ്റാൻഡൊക്കെ ഒന്ന് ബബിൾ റാപ്പ് ചെയ്തിട്ട് വെക്കാന്നുള്ള രീതിക്കാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. സ്റ്റാൻഡിൻ്റെ കൂടെ തന്നെ വരുന്ന ക്ലിപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉള്ള റെയിൻബോനെ ഞാൻ ഇന്നും കൂടെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയിട്ടുണ്ട്. അവിടുന്ന് പാക്ക് ചെയ്യുമ്പോൾ ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബബിൾ റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫോറിനേഴ്സിൻ്റെ പാക്കിംഗ് വീഡിയോസൊക്കെ കാണാറുണ്ട്. അതിലവർ ASMR ഇട്ടിട്ട് ചെയ്യുമ്പം നല്ല രസമാണ് കാണാൻ. പക്ഷെ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ ASMR ഇടാൻ പറ്റില്ല. അത്രയ്ക്കും ബഹളങ്ങളും കാക്ക കരയുന്നതൊക്കെ ഉണ്ടാവും വീഡിയോയിൽ. ഇനി ഇതൊക്കെ പോസ്റ്റ് ഓഫീസിൽ കൊടുക്കുക, അവർ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കും. പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് കുറേ കാലമായി. ഞാൻ 10ാം ക്ലാസ്സിൽ നിന്നാണ് ലാസ്റ്റ് പോസ്റ്റ് ഓഫീസിലേക്ക് പോയത്. പിന്നെ ഇന്നാണ് പോകുന്നത്. എൻ്റെ ഒരു എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നിൽക്കാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആണിത്. ഞാൻ ചെറുതായിട്ട് അതൊന്ന് ഡോക്യുമെന്റ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടു സബ്സ്ക്രൈബ്. ബൈ.